ഭാരതീയ ജ്യോതിശാസ്ത്ര പ്രകാരം ആയില്യം നക്ഷത്രത്തിന്റെ അതിദേവതകളാണ് സർപ്പങ്ങൾ. കാലവർഷാരംഭം കുറിക്കുന്നതായി കണക്കാക്കപ്പെടുന്ന ഇടവം 15 മുതൽ ഏകദേശം 4 മാസത്തോളം നീളുന്ന പുറ്റടവ് കാലം സർപ്പങ്ങളുടെ വ്രതദീക്ഷാ കാലമായാണ് കരുതപ്പെടുന്നത്. ഈ കാലയളവിൽ സർപ്പങ്ങൾക്കായുള്ള വിശേഷാൽ പൂജകളോ പ്രതിഷ്ഠാ കർമ്മങ്ങളോ ചെയ്യുക പതിവില്ല. സർപ്പങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ വ്രതം കാലം കൂടുന്നത് കന്നിമാസത്തിലെ ആയില്യം നാളിലാണെന്നത് ഏറെ ശ്രദ്ധേയമായ വസ്തുതയാണ്. മണ്ണാറശാലയിലെ ആയില്യത്തിന് പിന്നിലുള്ള ചരിത്രം നമുക്കൊന്ന് കേട്ടുനോക്കാം. രാജ്യം ഭരിച്ചിരുന്ന മഹാരാജാവ് ഭഗവാന്റെ തിരുനാളായ കന്നിമാസത്തിലെ ആയില്യം നാളിൽ മണ്ണാറശാലയിൽ ദർശനത്തിനെത്തുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ ഒരു വർഷം പതിവ് പോലെ അദ്ദേഹത്തിന് ദർശനത്തിനെത്താൻ കഴിയാതെ വന്നു. പതിവ് തെറ്റാതെ നടത്തിവരുന്ന തന്റെ ആയില്യം നാളിലെ ഭഗവത് ദർശനം മുടങ്ങിയതിലുണ്ടായ മനോദുഃഖത്തിന് പരിഹാരമായി തൊട്ടടുത്ത ആയില്യമായ തുലാമാസത്തിലെ ആയില്യം നാളിൽ കന്നിമാസത്തിലേതിന് സമാനമായ ചടങ്ങുകളോടെ ആയില്യം ആഘോഷിക്കണമെന്ന് കൊട്ടാരത്തിൽ നിന്ന് നിർദ്ദേശമുണ്ടായി. അതിൻ പ്രകാരം രാജകീയവും പ്രൗഢവുമായ നിലയിൽ തുലാമാസത്തിലെ ആയില്യവും ആഘോഷപൂർവ്വം കൊണ്ടാടുകയും മഹാരാജാവ് ദർശനം നടത്തുകയും ചെയ്തു. രാജാവിന്റെ നിർദ്ദേശാനുസരണം തുടക്കം കുറിച്ച തുലാമാസത്തിലെ ആയില്യം മഹോത്സവം കീഴ്പതിവായി തീരുകയും ഇന്ന് ലോകപ്രശസ്തമായ മണ്ണാറശാല ആയില്യമായി അറിയപ്പെടുകയും ചെയ്യുന്നു.